എൻ്റെ കുഞ്ഞുമക്കളെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിങ്ങൾ കരങ്ങൾ കൂപ്പിത്തന്നെ നിൽക്കുവിൻ. ആദ്യമായി ഈശോയെ സ്വീകരിച്ച അതേ ഓർമ്മകളുമായി എപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഭക്തിയോടെ വരുവിൻ. അപ്പോൾ സ്നേഹമായി നിങ്ങളിൽ നിറയുന്ന ഈശോയോട് സംസാരിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ആ സംഭാഷണം എൻ്റെ പുത്രൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. മരിയൻ അപ്പരീഷൻസ്. കാൽവരിയിലെ കുരിശിൽ നിന്നും ദൈവപുത്രനാൽ ലോകത്തിനു മുഴുവൻ സമ്മാനമായി ലഭിച്ച നമ്മുടെ അമ്മ ആ വലിയ സ്നേഹത്താൽ മാനവകുലത്തെ മുഴുവൻ പൊതിയുന്നു. ആ സ്വർഗീയ മാതൃത്വം അതിൻ്റെ പൂർണ്ണതയിൽ അമ്മ നമുക്ക് നൽകുന്നു. മറിയമെന്ന ആ സുന്ദര റോസാപ്പൂവിനെ ലോകം മുഴുവൻ ഇന്ന് വണങ്ങുന്നു. ജനകോടികൾ അമ്മയിലൂടെ പുത്രനിലേക്കും പുത്രനിലൂടെ നിത്യജീവനിലേക്കും നടന്നെടുക്കുന്നു. യാക്കോബ് സ്വപ്നം കണ്ട സ്വർഗത്തിലേക്കുള്ള ഗോവണിയായി മറിയം ഇതാ നിലനിൽക്കുന്നു. മറിയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ജനതകളെല്ലാം വിശ്വാസത്തിൽ വലിയ കരുത്തു നേടുകയും സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണം നേടുകയും ചെയ്യുന്നു. ജപമാലയാകുന്ന സ്വർഗീയ പൂങ്കാവനത്തിൽ ആത്മാക്കളിതാ വിശുദ്ധിയിൽ വളരുന്നു. ആത്മാക്കളെ കൊയ്തെടുക്കുന്ന ഈ യുഗാന്ത്യകാലത്തെ പ്രത്യേക ശുശ്രൂഷകൾക്ക് ജപമാല എന്ന ആയുധം നൽകി അമ്മ നമ്മെ സഹായിക്കുന്നു. ദുഷ്ടൻ അവൻ്റെ സകല ശക്തിയോടെയും മനുഷ്യമക്കളിലേക്ക് തിന്മ വിതറുമ്പോൾ തിരുസഭയാകുന്ന പൂന്തോട്ടത്തെ കരുതലോടെ പൊതിഞ്ഞു പിടിക്കുവാൻ അമ്മയിതാ സ്വർഗം വിട്ട് താണിറങ്ങി വരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകി തിരുസഭയിൽ ഇടപെടുന്നു. സ്വർഗത്തിൻ്റെ പദ്ധതികളെ ഭൂമിയിൽ അവൾ പ്രകീർത്തിക്കുന്നു. പുത്രന്റെ സ്നേഹത്തിലേക്ക് ചേർത്തണയ്ക്കുവാനായി അവൾ ലോകമെങ്ങും ഇടപെടുന്നു. ദേവാലയങ്ങളിലും താഴ്വാരങ്ങളിലും മരിയ ഭക്തരുടെ ഭവനങ്ങളിലും കൂട്ടായ്മകളിലും അമ്മ ഈ അടയാളങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പാപജീവിതം ഉപേക്ഷിക്കുക, അനുദപിക്കുക, കൂദാശ ജീവിതം മുറുകെ പിടിക്കുക എന്ന മുന്നറിയിപ്പുകൾ വീണ്ടും വീണ്ടും അവൾ അറിയിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്താൽ തകർന്നുപോയ പോർച്ചുഗീസിന്റെ മണ്ണിൽ ഫാത്തിമ എന്ന ചെറുഗ്രാമത്തിൽ അമ്മ ഇടപെട്ട് നൽകിയ സ്വർഗീയ സാന്നിധ്യമാണ് ഫാത്തിമ രഹസ്യങ്ങളുടെ കാതൽ. ഇടയക്കുട്ടികളായ ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നിവർക്ക് 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ തുടർച്ചയായി അമ്മ നൽകിയ ദർശനങ്ങളാണ് ഈ അത്ഭുതത്തെ മഹത്വരമാക്കുന്നത്. ഒരു സ്വർഗീയ പദ്ധതിയുടെ പൂർത്തീകരണമെന്നോണം അമ്മ നൽകിയ ഈ അടയാളങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങളെയാകെ വലിയ വിശ്വാസ സാക്ഷികളാക്കി മാറ്റാൻ ഉപകരിച്ചു. മെയ് മുതലുള്ള പ്രത്യക്ഷപ്പെടലുകളിലെല്ലാം അമ്മ കുട്ടികളോട് ഒക്ടോബർ 13 വലിയ ഒരു അടയാളവും ഇടപെടലും നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ അത്ഭുതത്തെ വിശ്വസിക്കാത്ത പ്രദേശത്തെ ആളുകൾക്കു വേണ്ടിയായിരുന്നു അമ്മ ഈ സ്വർഗീയ വിരുന്ന് ഒക്ടോബർ 13 കാത്തുവച്ചത്. ജപമാലയുടെ മഹത്വരമായ പ്രഘോഷണമായിരുന്നു അമ്മ ഇവിടെ നൽകിയത്. ഇടയക്കുട്ടികളായ ലൂസിയും ഫ്രാൻസിസും ജസീന്തയും ഇവരുടെ ദേശത്ത് അനേകം നാൾ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. മുൻപേ തന്നെ തീയതി അമ്മ അറിയിച്ചിരുന്നതിനാൽ കോവെ താഴ്വാരം മുഴുവൻ
ഭക്തജനങ്ങളാൽ നിറഞ്ഞു. കുട്ടികളും യുവാക്കളും വൃദ്ധരായ മാതാപിതാക്കന്മാർ വരെ അമ്മയെ കാണുവാൻ നേരത്തെ 12-ാം തീയതി തന്നെ മുൻനിരയിൽ സ്ഥാനം പിടിച്ച് ജപമാല ആരംഭിച്ചു. 70,000-ഓളം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. 12-ാം തീയതി അർദ്ധരാത്രിയോടെ ആരംഭിച്ച മഴ 13-ാം തീയതിയും തുടർന്നു. 13-ാം തീയതി 11 മണിക്ക് ലൂസിയും ഫ്രാൻസിസും ജസീന്തയും അവർക്കായി ഒരുക്കിയ ഇടത്ത് വന്നു. ഉടനടി ജനങ്ങൾ ജപമാല ഉച്ചത്തിൽ ചൊല്ലിത്തുടങ്ങി. മഴ പതുക്കെ നിന്നപ്പോൾ ഇതാ വലിയൊരു പ്രഭ അവിടെ മുഴുവൻ വ്യാപരിച്ചു. ആ ദിവ്യമായ പ്രഭയിൽ ഇതാ നമ്മുടെ അമ്മ അതീവ സുന്ദരിയായി വിളങ്ങി നിൽക്കുന്നു. ലൂസി മുന്നോട്ട് ചെന്ന് അമ്മയെ വണങ്ങിക്കൊണ്ട് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ നാമത്തിൽ പുത്രന്റെ മഹത്വത്തിനായി ഈ താഴ്വാരത്ത് ഒരു ദേവാലയം വേഗം പണിതുയർത്തണമെന്നും ഞാൻ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയാണെന്നും ജപമാല ദിവസവും ചൊല്ലി ഈ ദേവാലയത്തിൽ ഒത്തുചേരണമെന്നും യുദ്ധം ഉടൻ നിൽക്കുമെന്നും പട്ടാളക്കാരെല്ലാം സുരക്ഷിതരായി അവരുടെ കുടുംബങ്ങളിൽ തിരികെ എത്തുമെന്നും അറിയിച്ചു. പിന്നീട് അമ്മ മുൻപ് വാഗ്ദാനം ചെയ്ത തിരുക്കുടുംബ ദർശനം കുട്ടികൾക്ക് നൽകി. ഈശോയും മാതാവും യൗസേപ്പിതാവും ഒന്നിച്ചു നിൽക്കുന്നതായും അവരുടെ നേരെ ഈശോ കരങ്ങളുയർത്തി അനുഗ്രഹിക്കുന്നതായും കുട്ടികൾ കണ്ടു. പിന്നീട് ഈശോയുടെ കാൽവരി യാത്രയിൽ അണിഞ്ഞുപോലുള്ള മേലങ്കി ധരിച്ച് മാതാവിൻ്റെ ചാരെ നിൽക്കുന്നതാണ് അവർ കണ്ടത്. രണ്ടാമതായി അമ്മ കുട്ടികൾക്ക് നൽകിയ ദർശനം ഉണ്ണിയെ കരങ്ങളിലെടുത്ത് നിൽക്കുന്നതാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിയണിഞ്ഞായിരുന്നു അമ്മ നിന്നിരുന്നത്. ജനങ്ങൾ ഇത് വിശ്വസിക്കുവാനായി ഒരു അത്ഭുതം കാണിക്കണമെന്ന് ലൂസി പറഞ്ഞിരുന്നതിനാൽ അമ്മ അവർക്കു വേണ്ടി വലിയ ഒരു അടയാളം നൽകി. ആകാശത്തേക്ക് അതീവ സന്തോഷത്താൽ നോക്കി നിന്ന ജനങ്ങൾക്കു മുൻപിൽ വലിയ പ്രഭ വിതറി നിന്ന സൂര്യൻ പെട്ടെന്ന് ചെറുതായി ചെറിയൊരു പ്രകാശഗോളമായി മാറി. പിന്നീട് ചന്ദ്രക്കല പോലെ സൂര്യൻ മാറ്റപ്പെട്ടു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട ജനങ്ങൾ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൂര്യൻ ഒരു അഗ്നിചക്രമായി മാറി. അതിവേഗം കറങ്ങുകയും ഒരു വെള്ളി വെളിച്ചമായി മാറുകയും ചെയ്തു. ഇത് കണ്ട് പലരും അമ്മേ മാതാവേ എന്ന് ഉറക്കെ നിലവിളിച്ച് വിലപിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സൂര്യൻ്റെ ഒരു സുന്ദര നൃത്തമായിരുന്നു. പതുക്കെ താഴുകയും ഉയരുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രപഞ്ചശക്തികൾ പോലും അമ്മയുടെ ദിവ്യത്വത്തിനു മുൻപിൽ അനുസരണയോടെ പ്രവർത്തിക്കുന്നതായി നമുക്ക് ഇതിലൂടെ ബോധ്യപ്പെടുന്നു. ഈ അതിമനോഹര കാഴ്ചയ്ക്ക് ശേഷം സൂര്യൻ താഴേക്ക് പതിക്കുന്നതായി ജനങ്ങൾ ദർശിച്ചു. ലോകാവസാനം വരുന്നു എന്ന് പറഞ്ഞ് പലരും ഭയന്നോടി. ദൈവമേ, പാപത്തിൽ മരിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് അവർ നിലവിളിച്ചു. അമ്മേ, രക്ഷിക്കണമേ എന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സൂര്യൻ പൂർവ്വസ്ഥിതിയിലാവുകയും മഴയിൽ കുതിർന്നിരുന്ന അവരുടെ വസ്ത്രങ്ങളെല്ലാം ഉണങ്ങിയിരിക്കുന്നതായും അവർ കണ്ടു. പിന്നീട് അമ്മയുടെ ദിവ്യപ്രഭ പതുക്കെ മായുകയും പാപികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രതിജ്ഞ ചെയ്ത് ജനങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒക്ടോബർ 13 കോവയിൽ നടന്ന ഈ മഹാത്ഭുതം ഫാത്തിമയിൽ നിന്നും 25 കിലോമീറ്റർ അകലെ താമസിച്ചവരും കണ്ടിരുന്നു. പിറ്റേ ദിവസത്തെ ദിനപത്രങ്ങൾ മുഴുവൻ ഈ മഹാസംഭവം ആദ്യ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. ദൈവത്തെയും തിരുസഭയെയും അവഹേളിച്ചിരുന്ന നിരീശ്വര പത്രാധിപരായിരുന്ന അൽമേഡായും ഈ സംഭവം അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. ഫാത്തിമ ദർശനം യഥാർത്ഥമാണെന്നും ജനങ്ങൾ അത് മനസ്സിലാക്കണമെന്നും അദ്ദേഹം അറിയിച്ചു.
യൂറോപ്പ് മുഴുവൻ ഈ സംഭവം അതീവ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ടു. പോർച്ചുഗൽ മുഴുവൻ വലിയ മരിയഭക്തി ഉടലെടുത്തു. കുട്ടികളെ പലരും പരിഹസിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും തുടങ്ങി. സഹനത്തിന്റെ പാതയിൽ അവയെല്ലാം അവർ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെച്ചു ജീവിച്ചു. പിന്നീട് യൂറോപ്പിൽ വലിയ ഒരു പകർച്ചപ്പനി വ്യാപിച്ചു. ജസീന്തയ്ക്കും ഫ്രാൻസിസിനും ആ പനി പിടിപെട്ടു. ജസീന്തയുടെ പനി പെട്ടെന്ന് മാറി. മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഫ്രാൻസിസ് അതീവ സന്തോഷവാനായി കാണപ്പെട്ടു. ഒരു ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറിയിൽ വീണ്ടും അമ്മ അവർക്ക് ദർശനമേകി. മാതാവ് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്നിരിക്കുകയാണെന്ന് അവർ കരുതി. ഫ്രാൻസിസ് ഉടൻ മരിക്കില്ലെന്നും ആത്മാക്കളെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കണമെന്നും അമ്മ അറിയിച്ചു. പിന്നീട് അമ്മ അവരെ അനുഗ്രഹിച്ചു മടങ്ങി. 1919 ഏപ്രിൽ 3 ഫ്രാൻസിസ് കിടക്കയിൽ വെച്ച് ഈശോയെ ആദ്യമായി സ്വീകരിച്ചു. പിറ്റേന്ന് 10 മണിക്ക് അമ്മ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ദർശനത്തിനു ശേഷം 2 വർഷം ജീവിച്ച് 10ാമത്തെ വയസ്സിലായിരുന്നു ആ കുട്ടി മരിച്ചത്. അസുഖം ബാധിച്ചു കിടന്ന ജസീന്തയ്ക്ക് 1919 ഡിസംബറിൽ അമ്മയൊരു ദർശനമേകി. താമസിയാതെ ഒരാശുപത്രിയിൽ കിടക്കുമ്പോൾ താൻ വരുമെന്നും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നും അമ്മ അറിയിച്ചു. 1920 ഫെബ്രുവരി 20 രാത്രി 10:30 ജപമാല രാജ്ഞി ജസീന്തയ്ക്ക് ആശുപത്രിയിൽ വെച്ച് വലിയ ദർശനം നൽകി. വൈദികർക്കു വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് ജസീന്ത തൻ്റെ അന്ത്യസമയത്ത് കൂടെയുള്ള കന്യാസ്ത്രീകളോട് പറഞ്ഞു. കന്യാസ്ത്രീകൾ മുറിയിൽ നിന്നും പോയപ്പോൾ ജസീന്ത സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഫ്രാൻസിസിൻ്റെയും ജസീന്തയുടെയും മരണത്തിനു ശേഷം പോർച്ചുഗീസ് വലിയ ജപമാല ഭക്തിയിൽ മുന്നേറുവാൻ തുടങ്ങി. അനേകം ജപമാല കൂടാരങ്ങൾ നാടെങ്ങും ഉയർന്നു വന്നു. ജനങ്ങൾ ബലിപീഠത്തിലേക്ക് ആനയിക്കപ്പെട്ടു. 1931 മെയ് 31 പോർച്ചുഗീസിലെ മെത്രാന്മാർ രാജ്യത്തെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ലൂസി വിശുദ്ധ ഡൊരോത്തിയുടെ സന്യാസ സമൂഹത്തിൽ ചേർന്നു 97 വയസ്സുവരെ ജീവിക്കുകയും ചെയ്തു. അനേകം തവണ ലൂസിക്ക് ഈശോയും മാതാവും വിവിധ ദർശനങ്ങൾ നൽകിയിരുന്നു. യൂറോപ്പിനെ ആകെ വലിയ വിശ്വാസജ്വാലയിലേക്ക് കൂട്ടിനിർത്തിയ ഇടപെടലായിരുന്നു അമ്മ ഫാത്തിമയിൽ നൽകിയത്. ജപമാല പ്രാർത്ഥനയുടെ മഹത്വവും പുത്രന്റെ മഹത്വവും അമ്മ ഇവിടെ ഉദ്ഘോഷിച്ചു. അനേകം രോഗികൾക്കും ആശയറ്റവർക്കും അഭയമായി ഈ മരിയൻ ദേവാലയം ഇന്നും വിളങ്ങി നിൽക്കുന്നു. ഫാത്തിമയുടെ കൂടുതൽ ദർശന വിവരങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മരിയൻ ഭക്തരുടെ മനസ്സിലെ മായാത്ത മഴവില്ലായി ഈ മാതൃസന്നിധി ഇന്നും നിലനിൽക്കുന്നു. ഇവിടുത്തെ ജപമാല റാലിയിലും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലും അനേകം രോഗസൗഖ്യങ്ങൾ അമ്മ പുത്രനിൽ നിന്നും വാങ്ങി നൽകുന്നു. കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ.
കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെയകറ്റിടണേ സാത്താനെ ദൂരെയകറ്റിടണേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സ്രഷ്ടാവിന്നാലയമേ പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സ്രഷ്ടാവിന്നാലയമേ പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോവണി നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോവണി നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ നന്മ നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളമാരു ശക്ത നന്മ നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളമാരു ശക്ത ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ഭൂമിയിൽ സാത്താന്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ ഭൂമിയിൽ സാത്താന്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ കന്യകമേരിയമ്മേ
കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെയകറ്റിടണേ സാത്താനെ ദൂരെയകറ്റിടണേ കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെയകറ്റിടണേ സാത്താനെ ദൂരെയകറ്റിടണേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ ആവേ